ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. ഹൈക്കോടതി ജസ്റ്റിസ് കൗസറിൻ്റെ ബെഞ്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യത്തെ ബലാത്സംഗ പരാതിയിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു ജാമ്യം കിട്ടുമെന്ന് നമുക്കറിയാമായിരുന്നു. ഇടയ്ക്കൊക്കെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ജാമ്യം കൊടുക്കരുത് എന്നൊക്കെ വന്നിട്ട് പരാതിക്കാരിയുടെ മീൻസ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും നഗ്ന വീഡിയോ എടുത്തു എന്നും നഗ്ന ഫോട്ടോസ് രാഹുലിൻ്റെ ഫോണിലുണ്ടെന്നും അങ്ങനെ വളരെ മാനസികമായിട്ട് ശല്യം ചെയ്ത് മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ലൈംഗിക ബന്ധത്തിലേക്ക് എത്തിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു ജസ്റ്റിസ് കൗസറിൻ്റെ ബെഞ്ച് രാഹുലിന് മുൻകൂർ ജാമ്യം കൊടുക്കുമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പരാമർശം തന്നെ ഉണ്ടായി വാദത്തിന് ശേഷം. ഇത് സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടേണ്ട കാര്യമാണല്ലോ, എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കാഞ്ഞത്? ഇതൊരു പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമാണ്. അതുപോലെ തന്നെ വിവാഹിതയായ ഒരു സ്ത്രീയാണ്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി എങ്ങനെയാണ് അവരെ പീഡിപ്പിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ജസ്റ്റിസ് കൗസറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇനി രാഹുലിന് കോഷി ചെയ്യാനായിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കാവുന്നതാണ് FIR. കാരണം ഈ ഒരു കേസ് തന്നെ നിലനിൽക്കുന്ന സാഹചര്യം അല്ലാത്തത് കൊണ്ട് തന്നെ കേസ് കോഷി ചെയ്യാൻ വേണ്ടിയും രാഹുലിന് കൊടുക്കാം. പിന്നെ ഉപാധികളെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവർക്കും ഇതേപോലെ ജാമ്യം അനുവദിക്കുന്ന പ്രതികൾക്ക് കൊടുക്കുന്ന ഉപാധികൾ തന്നെയാണ് വെച്ചിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ മീഡിയാസ്, പത്രക്കാർ, നമ്മുടെ മാപ്ര മീഡിയാസൊക്കെ പറയുമല്ലോ, അയ്യോ ഭയങ്കര കർശനമായ ഉപാധികളാണെന്ന്. ഏതൊരു ജാമ്യ വ്യവസ്ഥയിലും ഉണ്ടാകുന്ന ഉപാധികളാണ്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക, ഓരോ ആഴ്ചയിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാവുക, അവിടെ സൈൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏതൊരു ബെയിൽ ഗ്രാൻറ്റിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ, കറക്റ്റായിട്ടുള്ള എല്ലാ ഗ്രാൻറ്റിലും ഉണ്ടാകുന്ന ജാമ്യം കൊടുക്കുന്ന എല്ലാ ഓർഡറിലും ഉണ്ടാകുന്ന ഉപാധികൾ മാത്രമാണ്. അതൊരു കർശന ഉപാധിയായാലും എന്ത് തന്നെ ഉപാധിയായാലും ഇതെല്ലാം മിക്കവാറും ഇതേപോലെയുള്ള ക്രിമിനൽ കേസിലെ പ്രതികളാകുന്ന ആൾക്കാർക്ക് ജാമ്യം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കാര്യം മാത്രമാണ്. അതിനൊരു പ്രത്യേകമായിട്ടോ അയ്യോ എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി എന്ന് പറയാനൊക്കെ നമ്മുടെ മാപ്ര മാധ്യമങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അസംബ്ലിയിൽ ഇലക്ഷന് നിൽക്കുന്നുണ്ടോ? ഇവർ സീറ്റ് കൊടുക്കുമോ? കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും മാറാനിടയില്ല. കാരണം കോൺഗ്രസ് മരണം വരെയും കോൺഗ്രസ്സുകാരനായി ജീവിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും. അദ്ദേഹം അത് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നായാലും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക, ഇത് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് തീർച്ചയായിട്ടും കോൺഗ്രസ് കൊടുക്കേണ്ടതാണ്. കാരണം നമുക്ക് ആർക്ക് വേണമെങ്കിലും കെട്ടിച്ചമച്ച ഒരുപാട് കേസുകൾ, അയാൾ അവിവാഹിതനാണ്. അവിവാഹിതനായ ഒരു വ്യക്തിക്ക് വിവാഹിതരായ സ്ത്രീകളുടെ എല്ലാം പുറമെ നടക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ധാർമ്മികത അവിടെയുണ്ട്. പക്ഷേ വിവാഹിതരായ സ്ത്രീകൾ എന്തിനാണ് അയാളുടെ പുറകെ നടന്നത്? അയാൾ ഒരു സ്ത്രീകളെയും അങ്ങോട്ട് ചെന്ന് ബന്ധപ്പെടുകയോ അവരെയെല്ലാം അയാളുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയോ അയാൾ ഹോട്ടൽ റൂം എടുത്ത് താമസിപ്പിക്കാനായിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ കാറിൽ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം അദ്ദേഹത്തിന് വിവാഹിതരായ ഭർത്താക്കന്മാരെ നിലവിലുള്ള സ്ത്രീകൾ അദ്ദേഹത്തിനെ ബന്ധപ്പെടുകയും പിന്നെ അദ്ദേഹവുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ പ്രണയബന്ധത്തിൽ വേറൊരു ഭർത്താവ് ഉള്ളപ്പോൾ വേറൊരു അവിവാഹിതനായ പുരുഷനുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നത്? ഇതിനൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ മോശക്കാരാവും, അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് വിവരമില്ല എന്നുള്ള രീതിയിലാണ്. ഇത് ചോദിക്കുന്നത് കോമൺ സെൻസുള്ള സാമാന്യം ബോധമുള്ള മനുഷ്യരാണ്. കാരണം വിവാഹിതരായ സ്ത്രീകൾ വിവാഹിതരാവാത്ത ഒരാളിനെ തേടിപ്പിടിക്കുകയും അയാളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. പിന്നെ ഈ ബന്ധത്തിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ധാർമ്മികത എന്ന് പറയും. മനുഷ്യരാകുമ്പോൾ ധാർമ്മികത എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ഉള്ളതായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. വിവാഹം കഴിക്കാത്ത ഒരാളാണ്, ബ്രേക്കപ്പ് ആവും. എത്രയോ ആൾക്കാർ തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നു. ഇന്നത്തെ തലമുറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സെക്സിന് വളരെ വലിയ സ്ഥാനമാണുള്ളത്. പണ്ടത്തെ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രണയം വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം, പ്രണയം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ താലി ഇടാതെ നമുക്ക് ഒരാളിൻ്റെ കൂടെ പോയി കിടക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ അസാധ്യമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. പ്രണയത്തിൻ്റെ മുന്നോടിയായിട്ട് പ്രണയം വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ശാരീരിക ബന്ധമാണ്. അതിനൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. അതൊരു വലിയ കാര്യമല്ല. സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് കുറേ ആൾക്കാരെങ്കിലും, ഒരു 60% ആൾക്കാരെങ്കിലും തിങ്ക് ചെയ്യുന്നുണ്ട്. വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ വേണ്ട എന്ന് വിചാരിച്ച് പോകുന്നു. അപ്പോൾ ചിലവർക്കാണ് പക. ഒരു വനിതയിൽ ഈ
ഇപ്രാവശ്യം ഒരു ലേഖനമുണ്ട് കേട്ടോ. ഇങ്ങനെ പക വരുന്ന ആൾക്കാർ മനോരോഗികളാണ്, മാനസികമായി പ്രശ്നമുള്ളവരാണ്. കാരണം ഇതൊരു സന്തോഷത്തിൻ്റെയും രണ്ടുപേരും കൂടി തമ്മിൽ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് അവർ തമ്മിൽ എൻജോയ് ചെയ്ത് അവർ തമ്മിൽ ഹാപ്പിനെസ്സോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ചതിന് ശേഷം വീണ്ടും ഒരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പകപോക്കലിൻ്റെ ഭാഗമാണ്. അതൊരു മാനസിക പ്രശ്നമാണ് എന്നുള്ളതാണ് ആ ഒരു സൈക്യാട്രിസ്റ്റ് പറയുന്നത് കേട്ടോ. വനിതയിൽ ഈ ലക്കം വനിതയിലുണ്ട്, നിങ്ങൾക്ക് പോയി വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എന്ത് തന്നെയായാലും ആദ്യത്തെ പരാതിക്കാരിയായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ആയതുകൊണ്ട് അവരൊരു പത്രത്തിൽ അല്ലെങ്കിൽ ചാനലിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ആണെന്നുള്ളതാണല്ലോ നമുക്കറിയാവുന്നതല്ല, അവർ തന്നെ പറഞ്ഞതാണ്. അവരുടെ കൂട്ടുകാരി ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരാണ് ഇതെല്ലാം അവരുടെ ഒരു പരാതിക്കാരിയുടെ മുഴുവൻ ഡീറ്റെയിൽസും പുറത്തേക്ക് വിട്ടതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു സ്ത്രീയാണ് ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്നത്. അവരാണ് വന്നിട്ട് പറഞ്ഞത് ഈ സ്ത്രീയെ കുറിച്ചിട്ട് സന്ദീപ് വാര്യരുടെ കല്യാണത്തിൽ പോയതും അയാൾ ആ പോസ്റ്റ് ഇട്ടതുമൊക്കെ. അപ്പോൾ അത് കേട്ടിട്ടാണ് ജനങ്ങളെല്ലാം കൂടി പോയി അവിടെ പോയി തിരഞ്ഞ് ഈ വ്യക്തി ആരെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ ലക്ഷ്മി പത്മയ്ക്കെതിരെയൊക്കെ ഈ ആദ്യത്തെ പരാതിക്കാരി കേസ് കൊടുക്കണം. കാരണം അങ്ങനെ ഒരു വിക്ടിമിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ ലക്ഷ്മി പത്മയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ രഹസ്യമായിട്ട് അടച്ചിട്ട കോടതി മുറിയിലാണ് വിചാരണ, അതിന് വിചാരണയല്ല വാദം പോലും വേണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്തുമാത്രം ഓപ്പോസിറ്റ്, അത് ശത്രുവായാലും മിത്രമായാലും ഓപ്പോസിറ്റ് ആൾക്കാരെ എന്തുമാത്രം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അത് ആവശ്യപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനെയും വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അവൻ ഒരു കോഴിയായതുകൊണ്ട് അവൻ്റെ കോഴിത്തരങ്ങൾ മറ്റുള്ളവർ കേൾക്കാതിരിക്കാനാണെന്ന്. ഒരാൾ എത്രമാത്രം ഒരാളെ നാണം കെടുത്താമോ, സമൂഹത്തിൽ എത്രമാത്രം കരിവാരി തേക്കാമോ അത്രമാത്രം കരിവാരി തേച്ച് ചെളി പുരണ്ട ഒരു വ്യക്തിക്ക് പിന്നെ എന്താണ് മാനാഭിമാനം? അതിൻ്റെ ആവശ്യമുണ്ടോ? തിങ്ക് ചെയ്യുന്നവർക്ക്, ബോധമുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് തന്നെയായാലും ആദ്യത്തെ പരാതിയിൽ ഹൈക്കോടതി ജാമ്യം കൊടുത്തു. രണ്ടാമത്തെ പരാതി ഇത് എവിടെ പോയെന്ന് പോലും അറിയത്തില്ല, അത് ഓൾറെഡി ജാമ്യം കിട്ടിയായിരുന്നു. മൂന്നാമത്തെ പരാതിയിലും സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് 3 കേസിലും ജാമ്യം കിട്ടി. മൂന്നാമത്തെ പരാതിയിൽ ഇല്ലീഗലായിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലും അടച്ചു. അപ്പോൾ ഇതിനൊക്കെ എതിരെ അദ്ദേഹം കോടതിയിലേക്ക് പോകണമെന്നുള്ളതാണ്. കാരണം നാളെ ഒരു പൗരനും, ഇന്ത്യയിലെ ഒരു പൗരൻ, ഒരു സാധാരണ പൗരനായാലും ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് അത്യാവശ്യം 10 പേര് അറിയുന്ന ഒരാളായാൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയൊന്നും കൊടുത്ത് ജാമ്യം എടുക്കാനോ അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകാനോ ഉള്ള അവസ്ഥയൊന്നും ഉണ്ടാകില്ല അല്ലേ. സാധാരണക്കാർക്കെല്ലാം ഇങ്ങനെ കാശുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളെങ്കിലും ഇതിനു വേണ്ടി ഇറങ്ങണം. ഇതേ കണക്കുള്ള വ്യാജ പരാതികൾ സ്വീകരിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇതേ കണക്കുള്ള വ്യാജ പരാതികൾ പോലീസ് വീണ്ടും നാളെ ഒരു കാലത്ത് എടുക്കാതിരിക്കാനുമുള്ള മാർഗമെന്ന നിലയിൽ തീർച്ചയായിട്ടും രാഹുൽ കോടതിയിലേക്ക് പോകണം. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനുമായതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നാളെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പോലീസിനെതിരെയും അനധികൃതമായി അറസ്റ്റ് ചെയ്ത് ജയിലടച്ച പോലീസിനെതിരെയും മജിസ്ട്രേറ്റിനെതിരെയും അങ്ങനെയുള്ളവർക്കെതിരെ എല്ലാം കേസിന് പോകണം എന്നുള്ളത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, വീണ്ടും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയ 3 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കേസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. തീർച്ചയായിട്ടും FIR കോഷ് ചെയ്യാൻ വേണ്ടിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാവുന്നതാണ്. എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടി ഗൈസ്. ഓക്കെ.